ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ഫോർ ഓവർഹെഡ്സ്, അതായത് ഓവർഹെഡ്സിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യും. അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ഇൻകർ ചെയ്യേണ്ടത് മെറ്റീരിയൽ കോസ്റ്റ്, ദെൻ ലേബർ കോസ്റ്റ്, പിന്നീട് ഡിറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഡിറക്റ്റ് എക്സ്പെൻസ്, പിന്നീട് ഇൻഡിറക്റ്റ് കോസ്റ്റുകൾ. അതിനെയാണ് ഇൻഡിറക്റ്റ് കോസ്റ്റുകളെയാണ് നമ്മൾ ഓവർഹെഡ്സ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ എന്താണ് ഓവർഹെഡ്സ് എന്ന് നോക്കാം. ഓവർഹെഡ് ഇസ് ദി total indirect is the total of indirect material cost, then indirect wages and indirect expense. ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ഓവർഹെഡ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വി ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ് 3000 യൂണിറ്റ്സ്. അപ്പോൾ ഏതൊരു പ്രോഡക്റ്റിന് 3000 ടോയ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചപ്പം അതിൽ മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം കൂടെ 10,000 രൂപയാവും, ലേബർ കോസ്റ്റ് 5000, ഡിറക്റ്റ് എക്സ്പെൻസ് 1000, ദെൻ ഓവർഹെഡ്സ് 6000. ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഈ 6000 എന്തൊക്കെ ചേരുന്നതായിരിക്കും? ഇതിനകത്ത് ചിലപ്പം കുറേ ഇൻഡിറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാവാം, പിന്നീട് ഇൻഡിറക്റ്റ് വേജസ് ഉണ്ടാവാം, അതായത് സൂപ്പർവൈസേഴ്സ് സാലറി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, പിന്നീട് ഇൻഡിറക്റ്റ് എക്സ്പെൻസ് ലൈക്ക് റെൻറ്റ്, ദെൻ സാലറി, റെൻറ്റ്, ഡിപ്രിസിയേഷൻ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ ചേർന്നെയാണ് ഈ 6000 രൂപ. അങ്ങനെ ടോട്ടൽ 22,000 രൂപയാവുന്നു ഈ 3000 ടോയ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരേ ഒരു ഐറ്റത്തെക്കുറിച്ചാണ്, ദാറ്റ് ഈസ് ഓവർഹെഡ്. ഓവർഹെഡ് കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ഓഫ് മെറ്റീരിയൽ, ഇൻഡിറക്റ്റ് ലേബർ ആൻഡ് ഇൻഡിറക്റ്റ് എക്സ്പെൻസ്, അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റെപ്സ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിങ് നോക്കാം. എന്തൊക്കെയാണ് ഈ ഓവർഹെഡിനെ അക്കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ്. എന്തൊക്കെ ഓവർഹെഡ് ഉണ്ടോ അതെല്ലാം കളക്ട് ചെയ്തെടുക്കുക. ഞാൻ കുറേ ഓവർഹെഡ്സ് പറഞ്ഞില്ലേ, ഫാക്ടറിയിൽ ഓവർഹെഡ് ഉണ്ടാവാം, പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ഉണ്ടാവാം, ഓഫീസ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഇങ്ങനെയുള്ള ഓവർഹെഡ്സിനെ എല്ലാം ആദ്യം കളക്ട് ചെയ്ത് എടുക്കുക. ഓരോന്നിനെ കളക്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ഇന്ന ഓവർഹെഡ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നീട് ഈ ഓവർഹെഡ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് ഫംഗ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പിന്നീട് എലമെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തെടുക്കുക. പിന്നീടാണ് ഇനി വരുന്ന 2 കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് allocation and apportionment of overheads to production and service cost centers. പിന്നീട് ഈ ഓവർഹെഡ്സ്, പല ഓവർഹെഡ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. ഈ ഓവർഹെഡ്സിനെ നമുക്ക് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഇനി വരുന്ന സ്ലൈഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സും കാണും, സർവീസ് സെൻറ്റേഴ്സും കാണും. അതായത് ഈ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സർവീസ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വേണ്ടേ ഇവിടെ ഓക്കെ, ഇവിടുത്തെ ഈ ഓവർഹെഡ്സ് 6000 എന്ന് മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ 6000, ഈ 6000 നമ്മുടെ ടോട്ടൽ ഓവർഹെഡ്. നമ്മുടെ ഫാക്ടറിയിൽ മെഷീനിങ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അസംബ്ലി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഫിനിഷിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ 3000 യൂണിറ്റ്സ് ഫിനിഷ് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് 3 പ്രോസസ്സിലൂടെ 3 ഡിപ്പാർട്ട്മെൻറ്റിലൂടെ കടന്നു പോകണം. അപ്പോൾ ഈ 6000 രൂപ ഇൻകർ ചെയ്തത് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലെയും കൂടെ കോസ്റ്റാണ് ഈ 6000 എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ 6000 കംപ്രൈസസ് ഓഫ് റെൻറ്റ്, ഇൻഷുറൻസ് ആൻഡ് ഡിപ്രിസിയേഷൻ. ഇപ്പോൾ റെൻറ്റ് 2000, ഇൻഷുറൻസ് 1000, ഡിപ്രിസിയേഷൻ 3000. അപ്പോൾ ഈ റെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിലോട്ടും വീതിച്ചു കൊടുക്കണം. മെഷീനിങ്ങിൽ ഈ 2000-ൻ്റെ ഒരു പോർഷൻ, 2000-ൻ്റെ കുറച്ച് പോർഷൻ അസംബ്ലി, ബാക്കി പോർഷൻ ഫിനിഷിംഗ്. അതേപോലെ ഇൻഷുറൻസിനെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റിൽ, ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഡിപ്രിസിയേഷനും ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഓരോ കോസ്റ്റ് സെൻറ്റേഴ്സ് അല്ലേ, എവിടെയൊക്കെ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെൻറ്ററിലും എത്ര രൂപ കോസ്റ്റായെന്ന് നമുക്കറിയണം. എങ്കിലേ മനസ്സിലാവുള്ളൂ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടുതൽ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത്, ആരാണ് കുറച്ച് കോസ്റ്റ് കൺസ്യൂം ചെയ്യുന്നതെന്നും. എങ്കിലല്ലേ കോസ്റ്റ് കൺട്രോളും റിഡക്ഷനും ഒക്കെ പോസിബിളായിട്ട് വരുള്ളൂ. അതാണ് ഒരു എയിം. ഓവർഹെഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് അതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഈ എഴുതിയിരിക്കുന്ന എല്ലാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അതായത് മെഷീനിങ് എന്ന് പറയുന്നത് പ്രൊഡക്ഷനിൽ ഏർപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, അസംബ്ലിങ്ങും ഫിനിഷിങ്ങും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതുപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും കാണും. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിനെയാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇവർക്കൊരു ക്യാൻറ്റീൻ ഉണ്ടെന്ന് വെച്ചോ, അതൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്? ഈ മെഷീനിങ്ങിലുള്ള എംപ്ലോയീസിനും അസംബ്ലിയിലെയും ഫിനിഷിങ്ങിലെയും എംപ്ലോയീസിന് വേണ്ടിയാണ് ക്യാൻറ്റീൻ അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും.
അപ്പോൾ ഇതിനെയാണ് അല്ലെങ്കിൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത് ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതൊക്കെ പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിലനിൽക്കുന്നത്. ഓക്കെ, ഇനി ഓവർഹെഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റെപ്സിലോട്ട് പോവാം. ഫസ്റ്റ് കളക്ഷൻ ഓവർഹെഡിനെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, പിന്നീട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുക, ഏതെങ്കിലും രീതിയിൽ ക്ലാസിഫൈ ചെയ്യുക. പിന്നീട് അടുത്ത സ്റ്റെപ്പാണ്, ഇതാണ് നമ്മൾ ചെയ്തു തുടങ്ങേണ്ട അലോക്കേഷൻ, അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് കോസ്റ്റ് സെൻറ്റേഴ്സ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, റെൻറ്റ് 2000 അത് ഓരോരുത്തർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിന് ശേഷം റീ അപ്പോർഷൻ ചെയ്യണം. റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് കോസ്റ്റ് സെൻറ്റേഴ്സ്. സർവീസ് എഴുതാൻ മറന്നുപോയതാണ്, സർവീസ് കോസ്റ്റ് സെൻറ്റേഴ്സ്. പിന്നീട് ഇതിന് ശേഷം അസൈൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് റേറ്റ്സ്, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇത്ര രൂപ കോസ്റ്റ് ആവുമെന്ന് നമുക്ക് കിട്ടും. ആ കോസ്റ്റ് ഒരു മണിക്കൂറത്തേക്ക് എത്ര ആവുമെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഓവർഹെഡ് റേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നീട് ഈ റേറ്റുകളായിരിക്കും നമ്മൾ എന്ത് എക്സ്പെൻസ് ഇൻകർ ചെയ്തതെല്ലാം ഫൈനലി കസ്റ്റമേഴ്സിൻ്റെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അതായത് സെല്ലിംഗ് പ്രൈസായിട്ട് ഫിക്സ് ചെയ്തത് കസ്റ്റമേഴ്സിൻ്റെ നിന്ന് നമുക്ക് ഇൻകർ ചെയ്യുന്ന ബിസിനസ്സിൽ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് മൊത്തം നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് ടു പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഈ ഓവർഹെഡ്സ് എല്ലാം ആ പ്രോഡക്റ്റിലോട്ട് ചാർജ് ചെയ്ത് അത് ഫൈനലി കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്സ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൽ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട മെയിനായിട്ട് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ്, ദെൻ റീ അപ്പോർഷൻമെൻറ്റ്. അപ്പോൾ പറയാം എന്താണ് റീ അപ്പോർഷൻമെൻറ്റ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയും. ഇനി അടുത്തത് ഈ സ്റ്റെപ്സ് നോക്കി, ഈ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് മാത്രം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്സ് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ്. അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അലോട്ട്മെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ടു എ സ്പെസിഫിക് കോസ്റ്റ് സെൻറ്റർ. അതായത് ഞാൻ മുമ്പേ മെഷീനിങ്, ഫിനിഷിങ്, അസംബ്ലി എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു 2000 രൂപ റെൻറ്റിന്. അപ്പം അതിനെ അലോക്കേഷൻ എന്നല്ല പറയുന്നത്. അലോക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് അലോട്ട്മെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ടു എ സ്പെസിഫിക് കോസ്റ്റ് സെൻറ്റർ. ആ കോസ്റ്റ് സെൻറ്ററിലേക്ക് മാത്രമേ അത് ഇൻകർ ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇൻഡിറക്റ്റ് വേജസ് ഓഫ് അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റ്. ക്ലിയർ ആയിട്ട് പറയുന്നു, ആ വേജസ് ആർക്ക് കൊടുത്തതാണ്? അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കേഴ്സിന് കൊടുത്ത വേജസ് ആണ് എന്ന് പറയുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു 5000 രൂപ. അപ്പോൾ അത് ആർക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ മെഷീനിങ്ങും ഫിനിഷിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ആ എമൗണ്ട് ഷെയർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഈ ഫുൾ എമൗണ്ടും ആർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം? അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റിന്. അങ്ങനെയുള്ള ആ പ്രോസസ്സിനെയാണ്, ആ രീതിയിൽ ഓവർഹെഡ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അലോക്കേഷൻ ഓഫ് ഓവർഹെഡ്സ്. ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് അലോട്ട്മെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ടു എ സ്പെസിഫിക് കോസ്റ്റ് സെൻറ്റർ. അത് മെഷീനിങ്ങിലെ വേജസ് ആണെങ്കിൽ അത് മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമേ ഇൻകർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, മറ്റുള്ളവരത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ പ്രോസസ്സിനെയാണ് നമ്മൾ അലോക്കേഷൻ എന്ന് പറയുന്നത്. അലോക്കേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ്. അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞു റെൻറ്റ് എന്നേ പറയുന്നുള്ളൂ. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ റെൻറ്റ് എന്ന് പറയുന്നില്ല. അപ്പോൾ റെൻറ്റ് ആ ബിൽഡിങ്ങിൽ മൊത്തവും കൂടി ഇൻകർ ചെയ്യുന്ന റെൻറ്റാണ്. അത് ഓരോരുത്തരും ബെയർ ചെയ്യണം അതിൻ്റെ ഒരു പോർഷൻ. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ്. ഇപ്പോൾ 2000 രൂപ റെൻ്റ് ആവുന്നു. അത് ആർക്കൊക്കെ വിധിച്ചു കൊടുക്കണം? നമ്മുടെ ബിസിനസ്സിൽ മെഷീനിങ്, ഫിനിഷിംഗ്, അസംബ്ലി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് 3 പേർക്കും ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ റേഷ്യോയുടെ ബേസിസിൽ അതിനെ ഷെയർ ചെയ്ത് കൊടുക്കും. ആ സ്റ്റെപ്പിനെയാണ് നമ്മൾ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ സർട്ടൻ എക്സ്പെൻസസ് വിച്ച് റിക്വയർ ഡിവിഷൻ ഓർ അപ്പോർഷൻമെൻറ്റ് ഓവർ 2 or more ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദാറ്റ് ഇസ് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കണം, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കണം. ദ അലോട്ട്മെൻറ്റ് ഓഫ് സച്ച് എക്സ്പെൻസസ് ടു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് യൂസിങ് സ്യൂട്ടബിൾ ബേസിസ്. ഏതെങ്കിലും ഒരു റേഷ്യോയിലായിരിക്കും നമുക്കിത് വീതിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ റെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, റെൻ്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോർ ഏരിയയുടെ ബേസിസിൽ വീതിച്ചു കൊടുക്കും. ഇപ്പോൾ മെഷീനിങ് ഫംഗ്ഷൻ ചെയ്യുന്നത്, പിന്നീട് അസംബ്ലി ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് 400 സ്ക്വയർ ഫീറ്റിൽ, പിന്നീട് ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്നത് 200 സ്ക്വയർ ഫീറ്റിൽ. അപ്പോൾ റേഷ്യോ എന്ത് വരും? 6:4:2. വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആ റേഷ്യോയിലാണ് ഇവർ ആ റെൻറ്റിനെ വീതിക്കേണ്ടത്. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, പിന്നീടും സ്റ്റെപ്സ് ഉണ്ട്. മെയിനായിട്ട് ഇനി വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ആണ്. റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ്. ആദ്യം ഈ 2 സ്റ്റെപ്പും പറയാം. അതായത് ഫസ്റ്റ് ഇസ് അലോക്കേഷൻ ഓഫ് ഓവർഹെഡ്സ്, നെക്സ്റ്റ് ഇസ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ്. അത് ഡിസ്കസ് ചെയ്യുന്നതിന് ശേഷം റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്താണെന്ന് പറയാം. ഓക്കെ,
അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് എന്താണെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദർ ആർ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് എക്സ്, വൈ ആൻഡ് സെഡ്. ദി ഐറ്റംസ് ഓഫ് ഓവർ ഹെഡ്സ് ഫോർ 1 ഇയർ തന്നിട്ടുണ്ട്. ഒരു വർഷത്തെ അവരുടെ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. ഒരു കോസ്റ്റ് എന്ന് തന്നിരിക്കുന്നത് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റാണ്. ഇറ്റ്സ് എൻ ഓവർ ഹെഡ്, റൈറ്റ്? ഇൻഡയറക്റ്റ് ലേബർ അല്ലേ ഓവർ ഹെഡ്. എക്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിന് 3000, വൈക്ക് 2000, സെഡിന് 1000. അപ്പം എക്സ് എന്ന് പറയുന്നത് ആർക്ക് മാത്രം കൊടുത്താൽ മതി? സോറി, ഇൻഡയറക്റ്റ് ലേബർ 3000 എന്ന് പറയുന്നത് ആർക്ക് മാത്രം എടുത്ത് എഴുതാം നമുക്ക്? എക്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്. അതിനെ നമുക്ക് ഷെയർ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. അപ്പം ഇതുപോലുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അലോക്കേഷൻ എന്ന് പറയുന്നത്. It will be allocated to a particular department or to a specific department. 3000 ആർക്ക് മാത്രം കൊടുത്താൽ മതി? എക്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം. 2000 വൈ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. 1000 എന്ന് പറയുന്നത് സെഡ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. ആ പ്രോസസ്സിനെയാണ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് റെൻറ്റ് ആരുടെയാണെന്ന് പറയുന്നില്ലല്ലോ. 3 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, എക്സ്, വൈ ആൻഡ് ഇസഡ്. അപ്പോൾ റെൻറ്റ് 3 ഡിപ്പാർട്ട്മെൻറ്റും ഷെയർ ചെയ്തെടുക്കണം ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ബേസിസ് ഇവിടെ തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. നെക്സ്റ്റ് ഇസ് റിപ്പയർ ടു പ്ലാന്റ്. അതാണ് വേറൊരു എക്സ്പെൻസ്, 3000 രൂപ. ആർക്കാണെന്ന് പറയുന്നില്ലല്ലോ, എക്സിനാണെന്നോ വൈക്ക്. അപ്പോൾ 3 പേരും കൂടെ ഷെയർ ചെയ്യേണ്ടതാണ് ഓൺ സം സ്യൂട്ടബിൾ ബേസിസ്. ലൈറ്റിംഗ്, അവിടെ ലൈറ്റിംഗ് കാണുമല്ലോ. അപ്പോൾ അതിനൊരു എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ, 2000 രൂപ. അതും എല്ലാവരും കൂടെ ഷെയർ ചെയ്യേണ്ടതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് എക്സും വൈയും ഇസഡും കൂടെ ഷെയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ആ റേഷ്യോ ആണ്. ഫ്ലോർ ഏരിയ തന്നിട്ടുണ്ട്. ഫ്ലോർ ഏരിയ എന്തിനായിരിക്കും തന്നിരിക്കുന്നത്? റെൻറ്റിനെ അപ്പോർഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഫ്ലോർ ഏരിയ തന്നിരിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് 3000 സ്ക്വയർ ഫീറ്റ് ഉപയോഗിക്കുന്നുണ്ട്, വൈ 2000 സ്ക്വയർ ഫീറ്റ്, സെഡ് 1000 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എങ്ങനെ വരും? ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ റെൻറ്റിനെ അപ്പോർഷൻ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് 3:2:1. പിന്നീട് വാല്യൂ ഓഫ് പ്ലാന്റ് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് പ്ലാന്റ് എന്തിനു വേണ്ടിയായിരിക്കും? 20,000, 10,000, 30,000. അപ്പം ഇതിനെ സിംപ്ലിഫൈ ആണ് റേഷ്യോ 2:1:3. അത് നമ്മൾ റിപ്പയർ ടു പ്ലാന്റ് അപ്പോർഷൻ ചെയ്യാനുള്ള റേഷ്യോ ആണ് വാല്യൂ ഓഫ് പ്ലാന്റ്. പിന്നീട് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്, എത്ര ലൈറ്റ് പോയിൻ്റ് ഉണ്ടെന്ന് തന്നെയാണ് ലൈറ്റിങ്ങിൻ്റെ എക്സ്പെൻസ് ഷെയർ ചെയ്യേണ്ടത്. അതായത് 2000 രൂപ ഷെയർ ചെയ്യാനുള്ള ബേസിസാണ് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ്. അപ്പം ഒരു ഓവർ ഹെഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അലോക്കേഷനും നടത്തണം, അപ്പോർഷൻമെൻറ്റും നടത്തണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക, ഫോമാറ്റ് പ്രിപ്പയർ ചെയ്യുക. ഒരു കോളം പെർട്ടിക്കുലേഴ്സിന് വേണ്ടി, പിന്നീട് ബേസിസ്, അതായത് ഏത് റേഷ്യോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നീട് ഓരോ ടോട്ടൽ ഓവർ ഹെഡ്സ് എഴുതാനായിട്ട്, പിന്നീട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ എക്സ്, വൈ, സെഡ്. 3ഉം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ക്വസ്റ്റ്യനിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് അലോക്കേഷൻ. എല്ലാ ക്വസ്റ്റ്യനിലും അലോക്കേഷൻ ഉണ്ടാവണമെന്നില്ല. ഇവിടെ തന്നിട്ടുണ്ട്. അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഓവർ ഹെഡ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടി മാത്രമായിരിക്കും ഇൻകർ ചെയ്യുന്നത്. അങ്ങനെ ഒരെണ്ണം ഉണ്ടല്ലോ, ഇൻഡയറക്റ്റ് ലേബർ. ആർക്കൊക്കെ ബേസിസ് ഒന്നുമില്ല, ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എക്സിന് 3000, വൈക്ക് 2000, സെഡിന് 1000. അങ്ങനെ 3ഉം കൂടെ ടോട്ടൽ ചെയ്ത് 6000 നേടി. അലോക്കേഷൻ വേറെ ഒന്നുമില്ല, വേറെ ഒരു എക്സ്പെൻസും അലോക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നീട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് അപ്പോർഷൻമെൻറ്റ്. അപ്പോർഷൻ ചെയ്യാൻ ഏതെങ്കിലും ഓവർ ഹെഡ് ഉണ്ടോ? ഉണ്ടല്ലോ, 3 എണ്ണം തന്നിട്ടുണ്ട്. റെൻറ്റ്, റിപ്പയർ, ലൈറ്റിംഗ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് റെൻറ്റിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 12,000 രൂപയെന്നല്ലേ റെൻറ്റ് തന്നിരുന്നത്. 12,000 രൂപേനെ എങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടതെന്ന് റേഷ്യോ എങ്ങനെയായിരുന്നു? 12,000 രൂപയെ ഷെയർ ചെയ്യേണ്ട റേഷ്യോ ഞാൻ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ റേഷ്യോ ഇസ് 3:2:1. ആ റേഷ്യോയിലാണ് നമ്മൾ റെൻറ്റിനെ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? എക്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്ര വരും? 3:2:1 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എടുത്തൊന്ന് നോക്കണം. 3,000, 2,000, 1,000 എന്നായിരുന്നു ഫ്ലോർ ഏരിയ സ്ക്വയർ ഫീറ്റ് തന്നിരുന്നത്. അതിനെയാണ് സിംപ്ലിഫൈ ചെയ്ത് 3:2:1 ആക്കിയത്. ടോട്ടൽ തന്നിരുന്നത് 12,000. 12,000 നമ്മൾ ഈ റേഷ്യോയിൽ ആർക്കൊക്കെ വീതിക്കണം? എക്സിനും വൈക്കും ഇസഡിനും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എക്സിന് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 12,000 × 3 / 6. 6 വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, 3 + 2 + 1 അതാണ് 6. അപ്പോൾ 12,000 × 3/6 gives you 6,000. ഇനി വൈക്കോ ഈ സെയിം വേ തന്നെ 12,000 × 2/6, 2 / 6. ഇനി അടുത്തത് അപ്പോൾ 4,000 കിട്ടും. ഇനി അടുത്ത ഇസഡിന് വരുമ്പോൾ 12,000 ×
1 divided by 6, that is 2000. അപ്പോർഷൻമെൻറ്റ് കഴിഞ്ഞു. റെൻറ്റിന് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. ഈ 12,000 രൂപ ആർക്കൊക്കെ 6,000 രൂപ എക്സിന് കൊടുത്തു, 4,000 രൂപ വൈക്ക്, 2,000 രൂപ ഇസെഡിന്. ഇതേപോലെ റിപ്പയറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഷ്യോ തന്നിരിക്കുന്നത് പ്ലാൻ വാല്യൂ തന്നിരിക്കുന്നതിൽ മോസ്റ്റ് സ്യൂട്ടബിൾ എടുക്കണം. അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പം 2:1:3. ടോട്ടൽ തന്നിരുന്നത് 3,000 ആണ്. അപ്പോൾ 3,000-നെ ഈ റേഷ്യോയിൽ എക്സിനും വൈക്കും ഇസെഡ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിന് വീതിച്ചു കൊടുക്കുക. അപ്പോൾ 3,000 × 2/6 അല്ലേ, 2 + 1 + 3 എന്ന് പറയുന്നത് 6. അപ്പോൾ 1000 കിട്ടും. ഇനി അടുത്ത വൈക്ക് എന്ന് പറയുന്നത് 3,000 × 1/6. അടുത്ത ഇസെഡ് അപ്പോൾ 500 കിട്ടും. ദെൻ ഇസെഡിന് 3,000 × 3/6, ദാറ്റ്സ് ഈക്വൽ ടു 1,500. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഒരു ഓവർ ഹെഡും കൂടെ കിടപ്പുണ്ട്, ലൈറ്റിംഗ് എന്ന് പറഞ്ഞു. ലൈറ്റിംഗ് ടോട്ടൽ 2,000 ആണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. സ്യൂട്ടബിൾ ആയിട്ടുള്ള റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നതിലും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയത് ലൈറ്റ് പോയിൻറ്റ്സ് ആണ്. നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് അതിനെ സിംപ്ലിഫൈ ചെയ്തെടുത്തപ്പം 4:3:3. 4 + 3 + 3 എന്ന് പറയുന്നത് എത്ര, 10 അല്ലേ. അപ്പോൾ എങ്ങനെ ഷെയർ ചെയ്യും? എക്സിന് 2,000 × 4/10, വൈക്ക് 2,000 × 3/10, ഇസെഡിന് 2,000 × 3/10, അങ്ങനെ 600. അപ്പോൾ ഇത്രയും. അപ്പോൾ നമ്മളെല്ലാം ചെയ്തു. ഈ ടോട്ടൽ കോസ്റ്റുകളെല്ലാം ഓവർ ഹെഡ്സിനെല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഷെയർ ചെയ്ത് കൊടുത്തു. ഇനി ടോട്ടൽ ചെയ്യുക. ടോട്ടൽ കോളം വേണമെങ്കിൽ അത് ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ എല്ലാം കൂടെ 23,000 രൂപയാണ്. ഇത് 3 പേരായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ എടുക്കണം. അതായത് 3,000 + 6,000 + 1,000 + 800 gives you 10,800. ഇനി അടുത്തത് വൈ. ഇത് 2,000 + 4,000 + 500 + 600 equals 7,100. Next 1,000 + 2,000 + 1,500 + 600 is equal to 5,100. കിട്ടി. അതായത് ടോട്ടൽ ഓവർ ഹെഡ്സ് 23,000 രൂപയായിരുന്നു. അതിൽ 10,800 രൂപ എക്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകർ ചെയ്യുന്നു. 7,100 രൂപ വൈ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, 5,100 രൂപ ഇസെഡ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. 23,000 രൂപ കിട്ടും. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും. ഇതാണ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ്. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, റീ അപ്പോർഷൻമെൻറ്റ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും മാത്രം ചെയ്യുവാണെങ്കിൽ ഇതിനെ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനെ പറയുള്ളൂ. ഒരു സ്റ്റേജേ ആയുള്ളൂ, ഫസ്റ്റ് സ്റ്റേജ് ഏതൊക്കെയാണ്? അലോക്കേഷനും അപ്പോർഷൻമെൻറ്റും. അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി അലോക്കേറ്റഡ്. അത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി മാത്രം ഇൻകർ ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ആ കോളത്തിലോട്ട് എഴുതിയാൽ മാത്രം മതി, വേറെ ഒരു ജോലിയില്ല. ഓക്കെ, പിന്നീട് വരുന്നതാണ് അപ്പോർഷൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ റീ അപ്പോർഷൻമെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. പല മെത്തേഡ് വെച്ചാണ് നമ്മൾ റീ അപ്പോർഷൻമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ചെയ്ത് നോക്കുക.